ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് പാലക്കാടാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ച പാലക്കാട് ശ്രദ്ധേയമാകുന്നത് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ പ്രതിയാക്കപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങളാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി പോയ ഒഴിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പാലക്കാട് മത്സരിച്ചതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ വിവാദങ്ങളായിരുന്നു. തുടക്കത്തിൽ തന്നെ BJPയും CPMഉം രാഹുലിനെതിരെ വലിയ യുദ്ധമാണ്, വലിയ ആരോപണങ്ങളാണ് ഉയർത്തിയത്. നീലപ്പെട്ടി വിവാദമൊന്നും മറക്കാറാവുന്നതിന് മുമ്പാണ് സ്ത്രീപീഡന കേസുകളിൽ പ്രതിയാക്കി, അതും ഒരു കേസല്ല 3 കേസുകളിൽ 3 പെൺകുട്ടികളെ പീഡിപ്പിച്ചു, ഗർഭിണികളാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളും കേസും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകും എന്ന് BJPയും CPMഉം കണക്കുകൂട്ടി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തട്ടകമായ അവർ ഭരിച്ചുകൊണ്ടിരുന്ന നഗരസഭയിൽ കോൺഗ്രസ് അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കേവല ഭൂരിപക്ഷം കിട്ടി എന്നല്ലാതെ BJPക്ക് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് നടനായ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയായി UDF രംഗത്തിറക്കിയത്. രമേശ് പിഷാരടിയെ നേരിടാനായി BJP രംഗത്തിറക്കിയിരിക്കുന്നത് 3ാം തവണ പാലക്കാട് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെയാണ്. ഒരു ചാവേർ പോലെ എല്ലാ തിരഞ്ഞെടുപ്പിലും, അത് പാർലമെൻ്റ് ആയാലും അസംബ്ലി ആയാലും എവിടെയായാലും മത്സരിച്ച് വോട്ട് വാരിക്കൂട്ടാൻ മിടുക്കിയാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ 3ാം ഊഴത്തിൽ പാലക്കാട് എത്തുമ്പോൾ BJP ജയിക്കുമോ എന്ന ചർച്ച സജീവമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെയും പിഷാരടിയെയും നേരിടാൻ LDF രംഗത്തിറക്കേണ്ടിയിരുന്നത് സമർത്ഥനായ ഒരു സഖാവിനെയാണ്, ജനസ്വാധീനമുള്ള ഒരു നേതാവിനെയാണ്. പകരം ബിസിനസ്സുകാരനായ NMR റസാഖിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDF രംഗത്തിറക്കിയത്. ഇതൊരു ഡീലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ആ ഡീൽ വിവാദം ഇന്ന് പാലക്കാട് മാത്രമല്ല, റാന്നിയിലും കോന്നിയിലും എല്ലാം അടക്കം 10 മണ്ഡലങ്ങളിൽ BJPയും CPMുമായി ഡീലുണ്ട് എന്നാണ് സതീശൻ ആരോപിച്ചത്. അതിന് മറുപടിയായി പിണറായി വിജയൻ പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി മോദി നേതൃത്വം നൽകുന്ന BJPയുടെ B ടീമാണെന്നാണ്. രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാണെന്ന് പറയുന്ന പിണറായിയുടെ തല പരിശോധിക്കേണ്ടതാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയ, അയോഗ്യനാക്കിയ, ജയിലിലടയ്ക്കാൻ ശ്രമിച്ച മോദി ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ B ടീമാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ലാവ്ലിൻ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ അതിൽ കഴമ്പുണ്ട്, അത് അന്വേഷിക്കണം എന്നെഴുതിയ IAS തല പരിശോധിക്കണം എന്ന് ഫയലിൽ എഴുതിയ അന്നത്തെ വൈദ്യുതി മന്ത്രി ആയിരുന്നു പിണറായി വിജയൻ. ആ വാചകം കടമെടുത്താണ് ഞാൻ പറഞ്ഞത്. മോദി സർക്കാരിനെതിരെ, BJPക്കെതിരെ രാജ്യത്തുടനീളം ജോഡോ യാത്ര നടത്തി സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുടെ B ടീമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ അതുകൊണ്ട് BJPയുമായി ഡീലുണ്ടാക്കുന്നത് CPM അല്ല, കോൺഗ്രസ് ആണ് എന്ന് സ്ഥാപിക്കാനാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചത്.
ഇന്ത്യൻ ജനാധിപത്യം കടുത്ത ഭീഷണി നേരിടുന്ന ഒരു സന്ദർഭമാണ്. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ പോലും പക്ഷപാതപരമായി പെരുമാറുന്ന ഘട്ടത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷപാതപരമായി പെരുമാറുകയും ചോദ്യം ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശം പോലും നിഷേധിക്കുകയും ചെയ്ത സ്പീക്കർക്കെതിരെ അവകാശ ലംഘന നോട്ടീസ്, അവിശ്വാസ നോട്ടീസ് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പോഴാകട്ടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെതിരെ അവിശ്വാസ നോട്ടീസ് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിപക്ഷം. ഇങ്ങനെ മുഖാമുഖം പോരാടുന്ന മോദിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇന്ത്യയെ ഒറ്റുകൊടുക്കുകയാണ്, നിങ്ങൾ ട്രംപിൻ്റെ കയ്യിലെ പാവയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച, നിങ്ങൾ ഭരണഘടനയെ ഒറ്റുകൊടുക്കുകയാണ് എന്ന് ഭരണഘടന ഉയർത്തിക്കൊണ്ട് പാർലമെൻറ്റിലും രാജ്യത്തുടനീളവും പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയെ BJPയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ ജി സുധാകരൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സ്ഥലജല ഭ്രമം ബാധിച്ചിരിക്കും.